Botanical Garden entry. We are here. This is the place. So this is Botanical Garden. अरे व्यू गार्डन क्या है क्या है वो अभी सामने देखिए आप पकड़ so much to see 55 acres of land yeah so it's like 55 acres of land is there so you have to walk and go so this is it Botanical Garden പിന്നെ ഇവിടെ മെയിനായിട്ട് അതൊക്കെ കാണാതെ ഗ്ലാസ് ഹൗസ് ബേർഡ് ഹൗസ് അതാലോ കുറേ ഉണ്ട് പക്ഷെ ഇതെല്ലാം നമ്മൾ വേണ്ട മതി അടിപൊളി ഇവിടെ അത്ര വെയിലില്ല നല്ലല്ലേ ഗ്ലാസ് ഹൗസ് അതാ അല്ലേ അത് മാത്രമല്ല വേറെ ഉണ്ട് അതാണ് ഗ്ലാസ് അതാണ് മെയിൻ ഗ്ലാസ് ഹൗസ് Oh, we have so much to see, guys. Glass house is there. So much is there. This is Botanical Garden. Yeah. ഇന്ന് 55 ഏക്കറാണ് നമ്മൾ തെണ്ടാൻ പോകുന്നത്. അതെ. ലെറ്റ്സ് സീ എവിടൊക്കെ കയറും എത്ര സമയം നടക്കുന്നുള്ളത്. കണ്ടറിയാം ഗൈസ്. സ്ഥലങ്ങളായ ഗ്ലാസ് ഹൗസ് ഫേൺ ഹൗസ് ഒക്കെ എന്തായാലും പോകും. Yeah, hopefully we will. So ഇതാണ് ഫേൺ ഹൗസ്. ഇതാണ് ഇവിടെ മെയിൻ. അങ്ങനെയല്ല there would be a tree നമ്മുടെ ബോർഡ് ഉണ്ടാവും there would be its name botanical name. Got it? Cool. So every tree over here has It's on biological name. and Not biological, sorry, it's botanical name. botanical name. Next is the place where we are going with this the glass house. So glass house, it's like you have to see this is a place. This is the natural and original ones, guys. Guys, this is the daffodils. So this is the daffodils flower, and this is static. Status. Statue. So this is the star and this is ഗൈസ് നമ്മൾ കുഴങ്ങി. ഗ്ലാസ് ഹൗസ് കണ്ടപ്പോൾ തന്നെ അടിപൊളിയായിരുന്നു, പൂവും കാര്യങ്ങളൊക്കെ ആയിട്ട്. പക്ഷെ നടക്കാൻ വയ്യ, 5 സെന്റ് പോലും കണ്ടുപിടിച്ചിട്ടില്ല. അതിന്റെ മുന്നേ ഞങ്ങൾ ഫ്ലാറ്റ് ആയി. നടക്കാൻ വയ്യ, വേറെ ഒന്നുമില്ല ഗൈസ്, നടക്കാൻ വയ്യ. അങ്ങനെ നമ്മൾ റെസ്റ്റ് എടുക്കാം ജസ്റ്റ് ഒരു മരത്തിൻ്റെ താഴെ. ഒലക്ക ആകെ 2 സ്ഥലം കണ്ട്, ഒരു ഫേൺ ഹൗസ് ഗ്ലാസ് ഹൗസ്. ഫേൺ ഹൗസ് ആണെങ്കിൽ കൂട്ടും ചെയ്ത്, ഇനി ഗ്ലാസ് ഹൗസേ ഉള്ളു. കണ്ടു, ബാക്കി എത്ര കാലാണ്ട് അത് നോക്കി ടിക്കറ്റ് പോവേ. ഇനിയിട്ട് കുറേ സ്ഥലം ഇതാ. ഞാൻ ഇവിടെ ഇരിക്കാം, നീ കാണണ്ടൊക്കെ കണ്ടിട്ട് വീഡിയോ എടുത്തിട്ട്
നടക്കാൻ എല്ലാവരും റൂമിലിരുന്നാ പോലെ ഞാൻ വന്ന് കണ്ടിട്ട് വല്ലാതിരുന്നല്ലോ. കണ്ടില്ലേ? സോ ഗൈസ്, നമ്മൾ ആഫ്റ്റർ ലോങ് വാക്ക് we are telling bye to the botanical garden until next time. How was this? ഒരുവിധം കണ്ടു കഴിഞ്ഞു, ബട്ട് ഐ തിങ്ക് കമ്പാരിറ്റീവ്ലി കുറവാണ്. Like Ooty flower show ന്റെ ടൈമിലാണ്. By the way, Ooty flower show is taking place in this botanical garden, but not this time, like next month. So appadayirikku ee poovokka onnude better aaga. So here the favorite place would be Glass House. I like that. Guys, this is one of the Ooty famous shop, Modi's, like famous for the hot chocolate and for like chocolate cakes. I mean the dessert stuff. The famous this one. So let's explore the shop. So many desserts are there. Desserts. Rainy is there. Cake is there. Chatti podi cake karma. Hot chocolate is glass is there. It's a hot is there. So it's explore. So, how was it? Good, but this specifically like ഒരു ഹാസൽനട്ട് ചോക്ലേറ്റ് ആണ് ആക്ച്വലി. പക്ഷെ ഹാസൽനട്ട് ചോക്ലേറ്റിന് എനിക്കൊരു ഡാർക്ക് ചോക്ലേറ്റ് ഫീലാണ് കിട്ടുന്നത്. ലൈക്ക് ഷുഗർ കുറച്ച് കുറവാണ്. മോർ ഇൻറ്റു കംപ്ലീറ്റ്ലി ആ ഒരു ചോക്ലേറ്റ് ഫ്ലേവറും ഹാസൽനട്ടും ആണ് കിട്ടുന്നത്. ലൈക്ക് ഷുഗറിൻ്റെ കണ്ടന്റ് കുറച്ച് കുറവാണ് തോന്നുന്നു. ഗുഡ് വൺ. How do you feel? നമ്മൾ പിന്നെയും ബെൽജിയം ചോക്ലേറ്റ്, we can show that. This one we tried out, Belgium chocolate. We just tried out. This is it. It's a cone. Kolam. So this is a fruit logan we bought from Ooty. So രസമുണ്ട്. ഇത് ഞാൻ നമ്മുടെ സ്ഥലത്തൊന്നും കഴിച്ചിട്ടുണ്ട്. നല്ല മധുരം ഉണ്ട് കേട്ടോ. നമ്മുടെ സ്ഥലത്ത് കഴിച്ചാൽ അത്ര മധുരം ഉണ്ടായിരുന്നില്ല, ബട്ട് ലൈക്ക് നല്ല മധുരം ഉണ്ട്. മധുരമുള്ള കിട്ടിയത് കോമഡിയാണ്. ഞങ്ങള് സാമ്പിള് അയാൾ തന്നു, അപ്പൊ നമ്മളത് കഴിച്ചിട്ടോ. അത് നല്ല മധുരം ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഇതുപോലെ ഒരു ബണ്ടില് വാങ്ങാൻ നോക്കിയപ്പോ കളർ ഡിഫറൻസ്. ആ സാമ്പിളും നമുക്ക് തന്നെ സാമ്പിളിലെ തോലും നമ്മൾ വാങ്ങിയ സാധനവും തമ്മിൽ കളർ ഡിഫറൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ അത് ഓപ്പൺ ചെയ്തോ എന്നൊക്കെ ഇയാൾ പറഞ്ഞു. അപ്പൊ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിച്ചു നോക്കിയപ്പോ എൻ്റയർലി വേറെ സാധനം. മധുരം നമ്മൾ അയാള് സാമ്പിള് തരുന്നത് വേറെ തന്നെ കാറ്റഗറിന്നാവും. അതില് നമുക്ക് വേറെ എടുത്തോ. എനിവേ after so many not fight actually conversation we got it. So guys, we are at Rose Garden in the Ooty. ഇതാണ് റോസ് ഗാർഡൻ. ഇതും ഈ പറഞ്ഞ പോലെ തന്നെ പൂക്കള് മൊട്ടിട്ടിട്ടുള്ളൂ. ഇതിന് വരണം ഗൈസ്. പൂക്കൾ മൊട്ടിട്ടിട്ടുള്ളൂ. അടുത്ത മാസമാകുമ്പോഴത്തേനും വിരിയുമായിരിക്കും. ഇതെല്ലാം ഓരോ ഇനം റോസസ് ആണ്. ഇതാ എന്താണ് ട്രിപ്പല്ലി, ഹെലന, ഇതൊക്കെ ഏതാ റോസ് പഠിച്ചു. മറിയാന ടുഡോർ. ഇതൊക്കെ വിരിഞ്ഞാലേ പറയുള്ളൂ. അത് രാത്രി പറയാൻ പറ്റില്ല. Different roses are there, different roses are there, guys. But all over it's look beautiful. The Ooty is beautiful in its landscape, guys. So guys, this is Rose Garden. How is it? Good one. Good one with the beauty. The rose. The one right, the white rose. Some of പൊളി ഇങ്ങോട്ടോ. ചിലത് നല്ല രസമായിട്ട്. Guys, this is the
roses in the rose garden. So see, it's so big, right? And good one. White roses, different roses are here. It's a vast area. See, someone is checking the point, the destination. So guys, ഇത് നമ്മുടെ റോസ് ഗാർഡൻ്റെ ഫസ്റ്റ് ഏരിയ ആണ്. ലൈക്ക് താഴോട്ട് കാണില്ല, സെക്കൻഡ് ആൻഡ് അതിൻ്റെ താഴോട്ടേക്കുള്ള 3 സെക്ഷൻ ആയിട്ടാണ് റോസ് ഗാർഡൻ്റെ ഫ്ലോട്ട്. സെക്കൻഡ് വൺ ആൻഡ് അതിൻ്റെ താഴെയുള്ള So this is first, second and third last. പിന്നെ അവിടുന്ന് ഊട്ടി ഫുൾ സിറ്റി ഇവിടുന്ന് ഇങ്ങനെ കാണാം. ഗൈസ്, അപ്പോൾ റോസ് ഗാർഡനിലെ ഒരു മരത്തിൻ്റെ താഴെ നമ്മൾ പിന്നെ എത്തി. നമ്മളെവിടെ പോയാലും മരത്തിൻ്റെ താഴെ എത്തിക്കോളൂ. എൻ്റെ പ്രത്യേക ഭംഗിയല്ലേ. ഗൈസ്, ഇതാണ് നമ്മളെ സെക്കൻഡ് റോയിൽ ഉള്ള വ്യൂ. സെക്കൻഡ് റോയിൽ വരുന്ന വ്യൂ കുറച്ചുകൂടെ അടിപൊളിയാവുന്നുണ്ട്. അതിൻ്റെ ഒരു ഭംഗിയും കാര്യങ്ങളൊക്കെ പൊളിയാണ്. ആൻഡ് ദിസ് ഇസ് ഇറ്റ്. പൊളിയാവുന്നുണ്ട്. So guys, we are going back after watching the rose garden to the next destination. Back after watching the rose garden. Beautiful destination, rose garden. So guys, നമ്മൾ ദോഡാബേട്ട പീക്കിൽ പോവാണ്. We are using public transport, bus ആണ് എടുക്കുന്നത്. So from Ooty. So for your information, there is a circuit bus around Ooty. That is running like 3 destinations. That is Ooty Boat Lake, Dodabetta Peak and Tea Museum. It only Rose costs Garden. Yeah, Rose Garden. Botanical Garden. Yeah, almost 5 places I think. And the cost for that ticket would be 100 rupees. But we missed it. Unfortunately, നമ്മളത് അറിയാൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി. പക്ഷേ ഒരു 100 rupees ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്ലേസിലൊക്കെ ഈ ഡെസ്റ്റിനേഷൻസ് 15 minutes കൂടുമ്പോൾ ബസ് ഉണ്ട്. 10 buses are circuit buses. So that is the tip. So guys, if you want to explore Ooty, not in your private vehicle, in a low budget and like if you want to explore in the sense like adventurous side, ഉദ്ദേശിക്കുകയാണെങ്കിൽ പബ്ലിക് ട്രാൻസ്പോർട്ട് ഒക്കെ എടുത്ത് പോകാനൊക്കെ ആ ഒരു വൈബ് ഇഷ്ടമാണെങ്കിൽ this is the best option. We just choose that. So that's it. Dodabetta Peak we are going because yesterday actually നമ്മുടെ ഡെസ്റ്റിനേഷനിൽ Dodabetta Peak ഉണ്ടായിരുന്നു. പക്ഷേ നമ്മളെ ഗൈഡ് അൺഫോർച്ചുനേറ്റ്ലി അവിടെ ബ്ലോക്ക് ആണെന്ന് പറഞ്ഞ ഡെസ്റ്റിനേഷനിൽ നമ്മളെ കൊണ്ടുപോയില്ല. So we skipped that. So today we thought we'll just go by ourselves. So ബസ്സിന്റെ ലാസ്റ്റ് സീറ്റിൽ ഇരുന്നുകൊണ്ട് ഇറ്റ്സ് ജസ്റ്റ് ജമ്പിങ് ഗൈസ്. കുതിരയൊക്കെ ഉണ്ട്. ഗൈസ്, നമ്മളിപ്പോൾ ഉള്ള ദോഡാബേട്ട പീക്കിലാണ്. സോ we come in public transport and it's the most beautiful place, one of the place which you guys don't want to miss it in Ooty, one of the famous place. Come, let's explore. Guys, idana Dodabetta peakilulla view. So Ooty ulla one of the most highest peak aanu. ഊട്ടി അവിടെ നിന്ന് അങ്ങോട്ട് ബാക്കി Dodabetta peakilulla view ആണിത്. ടോപ്പിൽ വന്നിട്ടുള്ള so beautiful. ക്യാമറ എങ്ങനെ കാണുന്നില്ല. Real view is so nice. 8,000 feet above sea level. So guys, we are back from the Dodabetta Peak. Next we are going to Tea Museum. So stay tuned. Public transport bus, you can see. ബസ്സിൽ ആള് തീരെ ഇല്ല, ആള് കുറവാണ്. So Dodabetta Peak നമ്മൾ നേരെ ഒരു like circuit bus, as I mentioned, circuit bus എടുത്തിട്ട് we are going to Tea Museum by showing the past
asked by the conductor. So after giving the pass, circuit bus. So it's easy to travel here. We can take that circuit bus. So we are going to the next location, the next destination. That is the tea museum. Yeah. So that's it. Guys, അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ചോക്ലേറ്റ് ഫാക്ടറിയിലാണ്. സോ ഊട്ടിയിലെ വൺ ഓഫ് ഫേമസ് ചോക്ലേറ്റ് ഫാക്ടറിയാണ്. സോ ബെഞ്ച്മാർക്കിൻ്റെ ചോക്ലേറ്റ് ഫാക്ടറി. So we had took the ticket and let's see the factory, how it works. Achieving a smooth and homogeneous. You can see here the audio. It's just describing how the chocolate factory is working. And white. The tempered chocolate is then poured into molds, forming the desired shapes and sizes for our diverse product range. As per our unique recipes, we incorporate premium nuts, enhancing both texture and flavor. The molded chocolates are cooled to solidify, locking in their rich taste and smooth texture. Finally, each chocolate is carefully packaged, ready to delight our customers with Benchmark's signature quality. Over time, as the demand for our chocolates grew, we listened to our customers and decided to take a big step forward. To meet the increasing requests, we have expanded our production by upgrading to larger machines and creating more space. This expansion allows us to maintain the quality you love. You can see the white chocolate and the background you can see the dark chocolate. And normal one is the dark chocolate, I guess. So we are giving you this. Once you pay the ticket, you'll get that. Somebody is really observing how to make the chocolate, guys. Welcome to Benchmark Chocolate, where our journey begins in the lush cocoa. My hubby is currently learning to make how this works. Under the canopy of taller shade trees, creating a sustainable ecosystem. Carefully harvest ripe cocoa pods. ഈ ആദ്യം കൊക്കോ മരം നട്ടിട്ട് ഇന്ന് കായ ഉണ്ടാക്കി. Premium quality beans. Parts of jokes apart. Beans undergo fermentation and drying. Essential processes that develop the rich. So we'll get a free chocolate. Not free actually. We pay for 60 rupees per head or 30 rupees per head. So we'll get a chocolate for that. So many, like there are, he's making so many, 3. It's just 30 rupees, right? We have ഡാർക്ക് ചോക്ലേറ്റ് yeah. We don't need dark chocolate. I'm not a dark chocolate lover, so we just change that into some other one. Thank you. This process allows us to utilize. This is the process, guys. Next is the tea factory. Let's go. Guys, appo chocolate factory undu. Any the tea factory lo take a So from here we can learn how the tea actually making. Not tea powder. Chai pudding in indakku basically. അവിടെ നമുക്ക് കുറച്ച് ചോക്ലേറ്റ്സ് കിട്ടിയിട്ടുണ്ട് ലൈക്ക് ജസ്റ്റ് 30 rupees. സോ നെക്സ്റ്റ് ടീ ഫാക്ടറി പക്ലമ്മ ഇതിൻ്റെ അടിപൊളി വ്യൂ കിട്ടുന്നുണ്ട്. Next we are at tea museum. So let's see how to make the tea. So you have to show the pass here. Show me. Yeah. So we'll see how to make the teas, guys. Options are there. So let's see how this works. This is the famous in the Ooty Tea Museum. There's a history for that. Guys, you can quickly read this. History of Tea Museum. Come on. Somebody is still reading the history, guys. കാര്യായിട്ടിരുന്ന് ടി മ്യൂസിയത്തിന്റെ ഹിസ്റ്ററി പഠിക്കുന്നുണ്ട്. Okay. So this is it. Can
explain how this works? The starting area. Yeah. This making the CTC black tea process. First, the tea leaf collecting the tea garden. Second, weathering. Full remove the moisture cleaning. After making the softness. Unloading this machine, this is CTC. Crushing, tearing, curling. The small pieces of the granule. The last big rolling machine, 2 hour fermentation and oxidation. The tea color, smell, the aroma, strong always changing. Downside tried, grading, quality checking and pen. Sorry guys. Total 8 process, 10 hour. What is say last? Try the tea, sir. Sure. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഊള ചായപ്പൊടി അതാണ് ഇതോ കടക്കുന്നതാണ് നിരത്തി. ഊട്ടിന്റെ നല്ല അടിപൊളി വ്യൂ കിട്ടും കാണാൻ പറ്റുന്നതാണ് എന്റെ വിശ്വാസം. സണ്ണുണ്ട് ആകാശമല്ല കാട്ടി. കാണുന്നില്ലേ മക്കളെ ഞങ്ങള് ഊട്ടിന്റെ നല്ല കിട്ടില്ല വ്യൂ. Someone is taking their knowledge to the best level. I think so. കാര്യായിട്ടിരുന്ന് വായിച്ച് പഠിക്കുന്നുണ്ട്.